ഇന്ന് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന പണി നടക്കുന്ന ബിൽഡിംഗിൽ പോയിട്ട് എന്തെങ്കിലും പണി വരുമോ എന്ന് ചോദിക്കുകയാണ്. ഇനി എന്ത് പണി കിട്ടിയാലും ഇന്ന് നമ്മളത് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് പണി സെറ്റ് ആക്കണം. ഇതിനായിട്ട് ഈ ബിൽഡിംഗിൽ പോയിട്ട് പണി കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കാം. ഒരു പണി തരുമോ? അതെല്ലാം ചെയ്യും. അന്ന് പണി കിട്ടിയില്ലെങ്കിലും പിറ്റേ ദിവസത്തേക്ക് പണിക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു പഴയ പാന്റും ഷർട്ടും അതേപോലെ തന്നെ ഷൂ ഒക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ പണിക്ക് പോകാം. കൺസ്ട്രക്ഷൻ പണിയായതുകൊണ്ടും പണി സ്ഥലത്ത് നല്ല വെയിലായിരിക്കുന്നതുകൊണ്ട് ഞാനൊരു തൊപ്പി മേടിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലുക്ക്. ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എംസാനും മണലും എടുത്ത് ഈ ഒരു ബിൽഡിംഗിന്റെ മുകളിൽ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ ഒരു ചുമരാണ് ആദ്യം തേക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ആയതുകൊണ്ട് ബിഗിനർ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം ഈ ഒരു മിക്സിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ നോക്കി കണ്ട് പഠിക്കുകയാണ്. എന്നാൽ ഞാൻ ഇടയ്ക്ക് പണി എടുക്കുന്നുണ്ട്. പിന്നെ നല്ല വെയിലാണ് ഗൈസ് ഈ ഒരു ബിൽഡിംഗിന്റെ മുകളിൽ. 11 മണിയാകുമ്പോഴേക്ക് ഇതുപോലെ പൊറോട്ട വന്നു. അങ്ങനെ ഞാൻ പൊറോട്ടയും ചായയും കുടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഇവർ പണി തുടങ്ങി. എന്നെ കൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും എടുപ്പിക്കാത്തതുകൊണ്ടും ചുമര് തേക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് സിമെന്റ് ചട്ടിയിലെ സിമെന്റ് തേച്ച് പഠിക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം കൂടി കഴിയുമ്പോഴേക്കും ഉച്ചഭക്ഷണത്തിന്റെ സമയം. അങ്ങനെ ഞാനിപ്പോൾ വീട്ടിൽ പോവാണ്. വീട് തൊട്ടടുത്തായതുകൊണ്ട് വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് 1 മണിക്കൂർ റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും ഞാനിപ്പോൾ പണിക്ക് പോവാണ്. പണ്ട് മുതലുള്ള സംശയമായിരുന്നു ഇതുപോലെ ഹൈറ്റൊക്കെ ഉള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ് തേക്കുന്നതെന്നുള്ളത്. അതേപോലെ കുറേ സംശയങ്ങൾ മാറ്റാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഒരു പണിക്ക് വന്നത്. ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും ചട്ടിയൊക്കെ കറങ്ങി എറിഞ്ഞ് പിടിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പ്രൊഫഷണലായിട്ട്. പിന്നെ കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു കോളയും മുട്ടയും കിട്ടി. അതും കുടിച്ചിരിക്കുകയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ പണിക്കാണല്ലോ വന്നത്, വീഡിയോ എടുക്കാനല്ലോ. ഇതുപോലുള്ള ജോലികൾ എടുക്കാൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നും ഇതിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇന്ന് വന്നത്. അതിന്റെ കൂടെ ശമ്പളം കിട്ടിയപ്പോൾ ഹാപ്പിയായി.